ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനു സ്റ്റോക്സ്. നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താല്പര്യമുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് ഒരു മഴ വ്ളോഗാട്ടോ. അപ്പം ഭയങ്കര മഴയുടെ 2-3 ദിവസമായിട്ടങ്ങ് ഭയങ്കര ഭയങ്കര മഴയാണ്. നമ്മുടെ ആറ്റിലെ വെള്ളമൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ പൊന്തി വന്നിട്ടുണ്ട്. അപ്പം പഴയകാല ആ ഒരു വെള്ളപ്പൊക്ക ഓർമ്മകളൊക്കെയാണ് ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഓർമ്മ വരുന്നത്. അത്രയ്ക്കൊന്നും പൊങ്ങിയിട്ടില്ല. ആ ഒരു സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ താഴത്തെ ആ ഒരു കിണറിൻ്റെ അവിടെ വരെ പൊങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, പ്ലേസ് മറ്റ് താഴ്ന്ന പ്രദേശങ്ങളൊക്കെ നല്ല രീതിയിൽ പൊങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും അമ്മയും കൂടെ ആണെങ്കിൽ അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞ് നമുക്ക് താഴെ വരെ ഒന്ന് പോയിട്ട് വരാം. അപ്പം അമ്മ രാവിലെ എന്നെ വിളിച്ച സമയത്താണെങ്കിൽ ഞാൻ ഭയങ്കര ഉറക്കമായിരുന്നു. എനിക്ക് ഈ രാത്രിയിലും പണിയുള്ളത് കൊണ്ട്, മീൻസ് എനിക്ക് ഈ മാലപ്പണി ഉള്ളത് കൊണ്ട് ഞാൻ കൂടുതലും രാത്രിയിലാട്ടോ വർക്ക് ചെയ്യുന്നത്. രാത്രിയിൽ ഉറക്കം വരാത്ത സമയത്തിരുന്ന് കുറച്ച് നേരം ഇരുന്ന് വർക്ക് ചെയ്യും. അപ്പം ഇതെന്ന് പറഞ്ഞേക്കുന്നത് നമ്മുടെ ആ ഒരു കരിയാപ്പല ആ ഒരു മരം മൊത്തത്തിലങ്ങ് മരം പോലാട്ടോ നിൽക്കുന്നത്. അപ്പോൾ അത് മൊത്തത്തിലങ്ങ് പിഴുതങ്ങ് വീണ്. അപ്പം അതിനി എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഫ്രഷ് കരിയാപ്പലയാട്ടോ, നമ്മൾ വിഷമൊന്നും അടിക്കാത്ത ഫ്രഷ് കരിയാപ്പലയാണ്. അപ്പം ഇത്രയൊന്നും നമുക്കങ്ങനെ എടുത്ത് വെക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. അപ്പം കുറച്ചൊക്കെ നമുക്ക് എടുത്ത് വെക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ബാക്കി ഇനിയും ഇവിടെ കടകളിലൊക്കെ ഇനി ചോദിക്കണം ഈ സംഭവം വേണമെന്നുള്ളത്. അപ്പം അച്ഛനൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് പറയാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇത് വെറുതെ എടുത്ത് കളയുമെന്നുള്ളതേ ഉള്ളൂ. അല്ല, നമുക്കിപ്പോൾ ഇത്രയും കരിയാപ്പിലയൊന്നും വെച്ചുകൊണ്ടിരിക്കാനായിട്ടൊന്നും പറ്റത്തില്ലല്ലോ. അപ്പം ആറ്റിലെ വെള്ളമൊക്കെ ആണെങ്കിൽ ഏകദേശമൊക്കെ പൊങ്ങി പൊങ്ങി വരുന്നുണ്ട്. ഇനിയിപ്പോൾ 2-3 ദിവസം ഭയങ്കര മഴയാണെന്നുള്ള ഇതാണ് പറയുന്നത്. കാലാവസ്ഥയുടെ ആ ഒരു പറഞ്ഞിരിക്കുന്നത് എന്താണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ, അപ്പോൾ 2018-ലോ 2019-ലോ ആണെന്ന് തോന്നുന്നു ഭയങ്കരമായിട്ട് വെള്ളം പൊങ്ങിയതല്ലേ. അത് ഭയങ്കര ഒരു വെള്ളപ്പൊക്കം തന്നെ. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് കേട്ടോ ഭയങ്കരമായിട്ട് വെള്ളം പൊങ്ങിയത്. നമ്മുടെ ഈ ഗേറ്റും പണ്ട് 92-ലാണെങ്കിൽ, അതായത് 92, 92അല്ല, 99, അതായത് ഞാൻ LKGയിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഈ ഗേറ്റിൻ്റെ അവിടെ വരെ സത്യം പറഞ്ഞാൽ എപ്പോഴും ഗേറ്റിൻ്റെ അവിടെ വരെയാണ് വെള്ളം വരുന്നത്. പക്ഷേ 2018-ലും 2019-ലും ആണെങ്കിൽ ഇവിടെയുള്ള ഡാമുകളും കക്കിയ, മൂഴിയാറ്, പിന്നെ എന്താണ് ആനത്തോട്, അത് മൊത്തം എല്ലാം തുറന്നു വിട്ടൊരു സമയമായിരുന്നു. അപ്പം കൂടിപ്പോയാൽ സാധാരണ ഒരു മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കും കൂടിപ്പോയാൽ മണിയാറ് തുറന്നു വിടും, മൂഴിയാറ് തുറന്നു വിടും. കക്കിയൊക്കെ വലിയ സമയത്തെ തുറന്നു വിടത്തുള്ളൂ, വലിയ മഴയാണെങ്കിലേ തുറന്നു വിടത്തുള്ളൂ. ആ സമയത്ത് എല്ലാ ഡാമുകളും തുറന്നു വിട്ട് ഗേറ്റും കടന്ന് നമ്മുടെ ആ ഒരു അത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ. ഈ ആ ഒരു വെള്ളപ്പൊക്കം ഭയങ്കര ഒരു വെള്ളപ്പൊക്കം തന്നെയായിരുന്നു. അതിപ്പോഴും ഓർക്കാൻ കൂടി സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരിക്കലും നമ്മൾ മറക്കത്തില്ല. അതുപോലെ ഭയങ്കര ഒരു വെള്ളപ്പൊക്കമായിരുന്നു. സത്യം പറഞ്ഞാൽ ആ സമയത്ത് കറണ്ട് ഇല്ല. നമ്മൾ സത്യം പറഞ്ഞാൽ അങ്ങ് ഐസൊലേറ്റഡ് ആയിപ്പോയി മൊത്തത്തിലങ്ങ്. അതുപോലൊരു വെള്ളപ്പൊക്കമായിരുന്നു. ഐസൊലേറ്റ് മീൻസ് നമ്മളങ്ങ് ഒറ്റപ്പെട്ട് പോയി എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നാമത് ഇവിടെ ആണെങ്കിൽ അപ്പുറത്ത് ആരും ഇല്ല. പിന്നെ വീടുകൾ വരുന്നതെന്ന് വെച്ചാൽ കുറച്ച് ദൂരം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അവിടെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്കായി, എല്ലായിടത്തും വെള്ളം മൊത്തം നിറഞ്ഞു. അപ്പോൾ അതൊരു വല്ലാത്തൊരു സംഭവം, ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതൊക്കെ. അപ്പം ഇനി ഈ വെള്ളം എല്ലാം ഒഴുകി പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടനാട് ആ ഒരു പ്രദേശത്തോട്ടാണ്. അപ്പോൾ ആ ഒരു പ്രദേശത്തുള്ളവർക്കാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പം ഇവിടെ ആണെങ്കിൽ ഈ വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. ഇത് അവിടെ വന്നിട്ട് പരുമല ആ ഒരു ഭാഗമൊക്കെ വരുമ്പോഴത്തേക്ക് ഇതങ്ങ് കെട്ടിയങ്ങ് കിടക്കുവാണ്. അപ്പം അങ്ങനെ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് ഞാൻ വേറെ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. ഒന്നാമത് കറണ്ടും ഇല്ല, ഫോണിൻ്റെ ചാർജും അത്യാവശ്യം കുറവാണ്. എന്നാൽ പോലും ഞാൻ വീഡിയോ എടുക്കുന്ന ആ ഒരു സംഭവം ഞാൻ എന്തായാലും മുടക്കം വരുത്തത്തില്ല. ഞാൻ എന്തായാലും വീഡിയോ ഇട്ടിരിക്കും. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ആറിൻ്റെ കംപ്ലീറ്റ് വ്യൂ എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം മലയിൽ നിന്നൊക്കെ ആണെങ്കിൽ മറ്റേ ആ ഒരു മഞ്ഞ പോലത്തെ മറ്റേ അപ്പം അമ്മ എന്നിങ്ങനെ കാണിക്കുകയാണ് പുകയൊക്കെ വരുന്നതൊക്കെ. എനിക്കതിനെ പറ്റി ഇങ്ങൊന്നും അറിയില്ല. അമ്മ ഇങ്ങനെ ഓരോ കഥകളൊക്കെ എനിക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം പ്ലാവിലൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ ചക്കയുണ്ട്. എല്ലാം താഴെ വീഴുകയാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചിലരൊക്കെ ആണെങ്കിൽ വന്ന് വാങ്ങിച്ചുകൊണ്ടൊക്കെ പോവും. അതും തുച്ഛമായ പ്രൈസിനാട്ടോ, വിലക്കാട്ടോ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ വീട്ടിലാണെങ്കിലും കുറച്ചൊക്കെ ഞങ്ങൾ വിളവിച്ച് വെക്കും. പിന്നെ അത് ഈ മഴപ്പരുവത്തിൽ കഴിക്കാൻ നല്ലതാട്ടോ. ചക്ക വിളവിച്ചതും അടയും സംഭവം സൂപ്പർ ടേസ്റ്റാണ്.
അപ്പം ഇതൊക്കെ നമ്മുടെ റബ്ബറാട്ടോ. ഇതൊക്കെ ഇപ്പം വെട്ടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ അവിടെ വരെ വെള്ളം വന്നിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് ഇനിയും കയറുമോ, റോഡിലോട്ട് കയറുമോ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. പിന്നെ ഈ മഴപ്പരുവത്തിൽ മെയിനായിട്ടുള്ളൊരു സംഭവമാണ് ഈ പുഴു എന്ന് പറയുന്നത്. പുഴു, ഈ ഇരട്ടാമ്പുഴുവും മറ്റേ പുഴുവും മറ്റേ എന്തോ പുഴുവായിരുന്നു, ചോര കുടിക്കുന്ന പുഴു, അല്ലാത്ത പുഴു, എല്ലാ പുഴുക്കളും ഉണ്ട്. അപ്പം ഇതാണ് നമ്മുടെ വീടിൻ്റെ ആ ഒരു എൻട്രൻസ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം മൊത്തം വെള്ളമാട്ടോ എല്ലാം. അപ്പം ഇവിടുന്ന് നമ്മൾ കയറിയിട്ട് ഒരു മേപ്പോട്ട് കയറ്റമൊക്കെ ഉണ്ട് കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. അങ്ങനെ കയറ്റം വെച്ചത് മീൻസ് ഒത്തിരി ഉയരത്തിൽ വെച്ച് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് 2018 വെള്ളം പൊങ്ങിയ സമയത്ത് താഴ്ഭാഗം വല്ലതൊന്നും ആയിരുന്നു വീടെങ്കിൽ മൊത്തത്തിൽ അത് മുങ്ങിപ്പോയേനെയായിരുന്നു. കാരണം അത്രമാത്രം ഭയങ്കര വെള്ളപ്പൊക്കമായിരുന്നു അത്. ഉള്ള ചെളിയും മണ്ണും അതും ഇതും എല്ലാം കൂടെ വന്ന് കയറിയടിച്ച് വല്ലാത്തൊരവസ്ഥയായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ മഴ എപ്പോൾ പെയ്തെന്ന് പറഞ്ഞാലും എനിക്ക് ആ ഒരു ഓർമ്മയാണ്. അന്ന് രാവിലെ ഞങ്ങൾ എണ്ണീറ്റ്, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താട്ടോ, രാവിലെ എണ്ണീറ്റ് വെള്ളം ഇങ്ങനെ ഞാൻ രാവിലെ എണ്ണീക്കുന്നതെന്ന് വെച്ചാൽ എന്താണ്, വെള്ളം പൊങ്ങുന്നു എന്നുള്ള ആ ഒരു വാർത്ത കേട്ടോണ്ടാണ് സത്യം പറഞ്ഞാൽ എണ്ണീക്കുന്നതും ഒക്കെ. അപ്പം അതൊക്കെ ഒരു ഭയങ്കര ഒരു ഫീലിങ്സാണ്, നൊസ്റ്റാൾജിക് ഫീലിങ്സാണ്. നൊസ്റ്റാൾജിക് എന്നല്ല, ഭയങ്കര ഒരു നമുക്ക് ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു ഇതായിരുന്നു. താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വീടുള്ളവർക്കൊക്കെ ആണെങ്കിൽ അത് ഭയങ്കര ഒരു, ഇവിടെ സത്യം പറഞ്ഞാൽ വെള്ളം പൊങ്ങുന്നെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ആൾക്കാരൊക്കെ സാധനങ്ങളൊക്കെ മേപ്പോട്ടൊക്കെ കയറ്റി വെക്കാനായിട്ടൊക്കെ തുടങ്ങിയായിരുന്നു. കാരണം നമുക്കറിയത്തില്ല എന്താ അന്ന് ഒന്നും പ്രതീക്ഷിക്കാതായിരുന്നു വെള്ളമൊക്കെ തുറന്നു വിട്ടത് മൊത്തം. മീൻസ് ഒരു മുന്നറിയിപ്പും ഇല്ലാതായിരുന്നു വെള്ളം ഒന്ന് തുറന്നു വിട്ടതും ഒക്കെ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞേക്കുന്നത്. ഇതാണ് നമ്മുടെ വീട്ടിലോട്ടുള്ള ആ വഴി എന്ന് പറഞ്ഞേക്കുന്നത്. ഇപ്പം ഇവിടെ നിന്ന് മെയിൻ റോഡിലോട്ട് കയറണമെങ്കിൽ നമുക്ക് കുറച്ച് ടൈം എടുക്കും. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ പാഴ്സലൊക്കെ ആണെങ്കിലും 1-2 ദിവസം കൂടിയിട്ടാണ് ഞാൻ അയക്കുന്നത്. 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഡിസ്പാച്ച് ചെയ്യുന്നത്. കാരണം ഇവിടുന്ന് മെയിൻ റോഡിലോട്ട് പോകാൻ കുറച്ച് ദൂരം ഉള്ളത് കൊണ്ട്. അപ്പം എല്ലാ ദിവസവും നമുക്കിങ്ങനെ പോകാനായിട്ട് നമുക്ക് ഓർഡർ ചെയ്യണം, വർക്ക് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, എല്ലാ കാര്യങ്ങളും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോയെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പം അമ്മയാണെങ്കിൽ മറ്റേ കൃഷ്ണകിരീടം ഉണ്ടല്ലോ, ഇത് പലയിടത്തും പല പേരാണെന്ന് തോന്നുന്നു പറയുന്നത്. ഇവിടെ കൃഷ്ണകിരീടം എന്നാണ് പറയുന്നത്. ആ ഒരു പൂവ് ഇങ്ങനെ അമ്മ പറിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നല്ല കളറാട്ടോ, ഒരു ബ്ലഡ് റെഡ് കളറാണ് ശരിക്കും പറയാം. എനിക്ക് ഈ ഒരു പൂ കാണുമ്പോഴത്തേക്കും നമ്മുടെ നെർവിനെയാണ് ഓർമ്മ വരുന്നത്. അതായത് നമ്മുടെ CNS ഒക്കെ ഉണ്ടല്ലോ, സെൻട്രൽ നെർവസ് സിസ്റ്റം, അതൊക്കെയാണ് എനിക്ക് സത്യം പറഞ്ഞത്. കാരണം അതുപോലല്ല ആ ഒരു ഷേപ്പൊക്കെ ഇരിക്കുന്നത്. അപ്പം നെർവിനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പം നമ്മുടെ അക്കരെ ഒരു പള്ളിയുണ്ട് കേട്ടോ, ഒരു കത്തോലിക്ക പള്ളിയുണ്ട്. കത്തോലിക്ക പള്ളിയുണ്ട്, ഓർത്തഡോക്സ് പള്ളിയുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുമുട്ടാം ഡിയേഴ്സ്. അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക, അതുപോലെ തന്നെ ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു, ബൈ.